വ്യാപാര കമ്മി കണക്കുകൾ നോക്കിയാൽ നമ്മൾ ചർച്ച ചെയ്തപോലെ ഈ വർഷം സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലകൾ എങ്ങനെയായിരുന്നുവെന്ന് മനസ്സിലാകും. ഇന്ത്യയിൽ സ്വർണത്തിന്റെ ആവശ്യകത കൂടി വന്നു, പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തിൽ. വ്യാപാര കമ്മിയിൽ പ്രകടമായ വർധനവ് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒക്ടോബറിൽ ഉയർന്ന സ്വർണ്ണ ഇറക്കുമതി കാരണം വ്യാപാര കമ്മി 33 ബില്യണിൽ നിന്ന് 42 ബില്യണായി വർദ്ധിച്ചിരുന്നു. കണക്കുകൾ പരിശോധിച്ചാൽ ഒക്ടോബറിൽ സ്വർണ്ണ ഇറക്കുമതി സെപ്റ്റംബറിലെ $9.6 ബില്യൺ നിന്ന് $14.7 ബില്യൺ ആയി വർദ്ധിച്ചു. ഫെസ്റ്റിവൽ, വിവാഹ സീസണുകളിൽ ഡിമാൻഡ് വർദ്ധിക്കുന്നതിനാലാണിത്. എന്നാൽ അടുത്ത മാസം, അതായത് നവംബർ മാസത്തിൽ വ്യാപാര കമ്മി ഗണ്യമായി മെച്ചപ്പെട്ടു. ആ കാലയളവിൽ സ്വർണ്ണ ഇറക്കുമതി $14.7 ബില്യൺ നിന്ന് വെറും $4 ബില്യൺ ആയി കുറഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ സ്വർണ്ണ ഇറക്കുമതിയിൽ വളരെ വലിയ ഇടിവുണ്ടായി. ഇത് വ്യാപാര കമ്മി സന്തുലിതമാക്കാൻ ഗണ്യമായി സഹായിച്ചു. നോൺ ഓയിൽ സർവീസ് കയറ്റുമതികൾ നോക്കിയാലും അവയും ഏകദേശം $3.8 ബില്യൺ വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ എഞ്ചിനീയറിംഗ് ചെലവുകൾക്ക് വലിയ സംഭാവനയുണ്ട്. ഓഗസ്റ്റിൽ 25% ശിക്ഷാ തീരുവകൾ വന്നതിന് ശേഷം സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി 10% കുറഞ്ഞു. ഇതിന് ഒരു കാരണം ഫ്രണ്ട് ലോഡിംഗ് ആണ്. കയറ്റുമതിക്കാർക്ക് അധിക തീരുവകൾ വരുമെന്ന ഭയം ഉണ്ടായതിനാൽ അവർ അടുത്ത കാലയളവിലെ കയറ്റുമതികളുടെ വലിയൊരു ഭാഗം ഓഗസ്റ്റ് മാസത്തിൽ തന്നെ മുൻകൂട്ടി കയറ്റി അയച്ചു. അതേ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ 10% ഇടിവ് ഞങ്ങൾ കണ്ടു. നവംബറിൽ നോക്കിയാൽ യുഎസിലേക്കുള്ള കയറ്റുമതി വീണ്ടും വർദ്ധിച്ചു. ഇപ്പോൾ അത് കഴിഞ്ഞ വർഷത്തേക്കാൾ 23% കൂടുതലാണ്. ചുരുക്കത്തിൽ ഇത് ഇന്ത്യൻ റുപ്പിയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഇപ്പോൾ നിരവധി മാർക്കറ്റ് പങ്കാളികളും നിക്ഷേപകരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇപ്പോൾ 90 എന്ന നിലയിലെത്തി, ഇത് എത്രത്തോളം മുന്നോട്ട് പോകും? മുൻ അവതരണത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. പ്രധാന കറൻസികൾക്കിടയിലെ മുൻകാല പ്രവണതകളുമായി താരതമ്യം ചെയ്താൽ ഇന്ത്യൻ റുപ്പി ഇപ്പോൾ വളരെ ആകർഷകമായ വില നിലവാരത്തിലെത്തിയിരിക്കുന്നതായി കാണാം. റിലേറ്റീവ് കറൻസി വാല്യുവേഷൻ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ രൂപ ഇപ്പോൾ ആകർഷകമായ നിലയിലാണ്. പക്ഷേ നിക്ഷേപകരുടെ മനോഭാവം ഇക്വിറ്റി മാർക്കറ്റിൽ നിന്നുള്ള പണത്തിന്റെ പുറത്തേക്കുള്ള ഒഴുക്കും അതിനെ ദുർബലമാക്കുന്നു. മൂലധന പ്രവാഹം സ്ഥിരത കൈവരിക്കുകയും ഇന്ത്യ-അമേരിക്ക കരാർ ഉറപ്പുവരുത്തുകയും ചെയ്താൽ ഇന്ത്യൻ റുപ്പി കൂടുതൽ സ്ഥിരതയും ശക്തിയും നേടും. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക.